കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പുനരാഗമിക്കാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തുവേശിലുള്ളതായ വന്ദനം അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്ന, എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ കൂടെ സംസാരിക്കാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവ അവസരങ്ങളെ തന്നു. ആമേൻ. ചിലയിടങ്ങളിൽ നിന്ന് ആമേൻ അനേകരെ ചിലരൊക്കെ വിളിച്ചു. കർത്തൃദാസന്റെ പ്രാർത്ഥനാ സമയത്ത് ദൈവം എന്നെ തൊട്ടു, എനിക്കൊരു വലിയ വിടുതൽ ദൈവം തന്നു എന്ന ചിലരെ സാക്ഷ്യങ്ങൾ വിളിച്ചറിയിപ്പാനിടയായി. വളരെ സന്തോഷം തോന്നി. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവജന ശുശ്രൂഷയും പ്രാർത്ഥനയും അനേകർക്ക് ഒരു വിടുതലാണ് എന്നറിഞ്ഞതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും ഇന്ന് പകൽ സഹായിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ല. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഈ കൊറോണ നിമിത്തമായി വളരെ ഭാരങ്ങളിലൂടെ അനേകരെ കടന്നു പോകുകയാണ്. ഇന്ന് പകൽ ഒരു പ്രിയ സഹോദരി വിളിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് ചില വിഷയങ്ങളെ ഓർപ്പിച്ചപ്പോൾ വളരെ ഭാരപ്പെടുവാനിടയായി. ആമേൻ. കൊറോണ ബാധിച്ച മനുഷ്യരെ ഒരു മുറിക്കകത്ത് ആമേൻ ഇട്ടിട്ട് കേവലം ഒരു ടാബ്ലറ്റ് മാത്രം കൊടുത്ത് ഭാരത്തോടെ ആയിരിക്കുന്ന കാഴ്ച ആ സഹോദരി വളരെ കണ്ണുനീരോടെ ഓർപ്പിച്ചപ്പോൾ വളരെ മാനസികമായി ഭാരം തോന്നുവാനിടയായി. ആമേൻ. അനേകര് ആത്മഹത്യ ചെയ്യുന്നു. അനേകര് ജീവിക്കാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ, അനേക രാജ്യങ്ങൾ ശവപ്പറമ്പുകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, നമ്മെ പരിപാലിച്ച ദൈവത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ, 200-ൽ പരം രാജ്യങ്ങളിൽ കൊറോണയുടെ ഭാരങ്ങൾ നിമിത്തമായി, രോഗാവസ്ഥ നിമിത്തമായി ജീവിക്കുവാൻ കഴിയാതെ വണ്ണം ഭാരത്തോടുകൂടെ ആയിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവത്തിന്റെ വിസ്താരമേറിയ ചിറകിന്റെ മറവിൽ നമ്മെ മറയ്ക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. വളരെ ഭാരത്തോടെ അനേകര് മരണത്തെ മുമ്പിൽ കണ്ട്, അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യുന്നവർ, രോഗമുക്തി നേടുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, ഇനി അങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാൻ കഴിയാതെ നിരാശയോടുകൂടെ ആയിരിക്കുന്നവർ, സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ള വിടുതലും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹവും പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് ഇപ്പോൾ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ക്ഷണപ്പെടുന്നു. അനേക ഇടങ്ങളില് കൊറോണ നിമിത്തമായി ഭാരപ്പെട്ട് ആമേൻ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ കഴിയാതെ നിരാശയിലായിരിക്കുന്ന അനേകര് എന്നെ കേൾക്കുന്നുണ്ട്. ഒരു വാക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ക്ഷണപ്പെടുന്നു. ശവപ്പറമ്പുകളായി മാറുന്ന, ആമേൻ, ആത്മഹത്യയിലേക്ക് നീങ്ങുന്ന, ജീവിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ക്ഷണപ്പെടുന്നു. ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഈ സമയത്ത് ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ, 200-ൽ പരം രാജ്യങ്ങളിൽ കർത്താവ് വ്യാപിച്ചു കിടക്കുന്ന കൊറോണ നിമിത്തമായി അനേകരെ കഷ്ടതയിലും അനേകർ തന്നെ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ ശവപ്പറമ്പുകളായി മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ ജീവിക്കുവാൻ കഴിയാതെ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനേകരെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പ്രത്യാശയുടെ നിറവധികം കൊടുക്കണം. സൗഖ്യദായകനായ ദൈവത്തിന്റെ അത്ഭുതമാർന്ന കരം എല്ലാവരെയും തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. കഷ്ടമനുഭവിക്കുന്ന, ഭാരമനുഭവിക്കുന്ന, കൊറോണ നിമിത്തം കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കണം. പരിപൂർണമായി വിടുതൽ കൽപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദ ലോർഡ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആമേൻ ഒരു ചെറിയ മെസ്സേജ്, ആമേൻ, വലിയ ദീർഘമായി ആമേൻ ദൈവം സംസാരിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എല്ലാവരും തിരക്കുള്ളവരാണല്ലോ. ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് പ്രേരിപ്പിച്ചതുകൊണ്ട് പ്രാർത്ഥനയോടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ക്ഷണപ്പെടുന്നു. അവൻ നമ്മളിന്ന് രാത്രി അല്പം ചിന്തിക്കുന്ന വിഷയം ഡോർ ടു അബണ്ടന്റ് ലൈഫ് എന്നാണ്. ആമേൻ.
അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്കുള്ള ഒരു വാതിലിനെ കുറിച്ച് ഇന്ന് രാത്രി അല്പസമയം ശുശ്രൂഷിക്കുവാൻ ഞാൻ കർത്താവിൽ ക്ഷണപ്പെടുന്നു. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവനാമത്തിൽ അർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഈ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങൾക്കകത്ത് ഇടപെടും. ചില രോഗങ്ങൾ ദൈവം സൗഖ്യമാക്കും. മാനസികമായി ഭാരപ്പെടുന്ന ചിലരുടെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് രാത്രി ആമേൻ വ്യാപരിക്കും. വളരെ പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആമേൻ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് വാതിലാകുന്ന ക്രിസ്തുവിനെ കുറിച്ച്, ലോകത്തിന്റെ വാതിലാകുന്ന, രക്ഷയുടെ വാതിലാകുന്ന ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് രാത്രി അല്പസമയം ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ ഈ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ 4 അപ്പോസ്തലന്മാർ എഴുതപ്പെട്ട 4 സുവിശേഷങ്ങളുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ 3 സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷമായും യോഹന്നാന്റെ സുവിശേഷം യേശുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുവാൻ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ആമേൻ 1-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ, അവസാനത്തെ അധ്യായം വരെ വളരെ ശക്തമായി യേശുവിന്റെ ദൈവത്വത്തെ ഉയർത്തി കാണിക്കുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ശിഷ്യനായിരുന്നു യോഹന്നാൻ. നമുക്കറിയാം, ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹ 721 ലേഖനങ്ങൾ അവൻ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതി തയ്യാറാക്കി ദൈവസഭയ്ക്ക് കൈമാറിയപ്പോൾ അവൻ പത്രോസ് അനുഗ്രഹിക്കപ്പെട്ട 2 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറി. അവൻ മത്തായി സുവിശേഷം എഴുതി, ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതി, മർക്കോസ് സുവിശേഷം എഴുതി. എന്നാൽ ദൈവസഭയ്ക്ക് ആവശ്യമാകുന്ന 3 ലേഖനങ്ങൾ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി, സുവിശേഷം എഴുതി. അപ്പോൾ തന്നെ ദൈവസഭയുടെ ഭാവി പ്രത്യാശയെ അരക്കിട്ടുറപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വെളിപ്പാടും ആമേൻ പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകവും ആമേൻ യോഹന്നാൻ എഴുതുവാനിടയായി. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണമേ. യോഹന്നാൻ സുവിശേഷം എഴുതി, ലേഖനം എഴുതി, ആമേൻ പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകവും എഴുതി. ആമേൻ വയോവൃദ്ധനായിരിക്കുന്ന യോഹന്നാന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങൾ എഫെസോസ് സഭയുടെ ശുശ്രൂഷകനായി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷകൾ ചെയ്തെടുപ്പാനിടയായി. ഇന്ന് രാത്രി ആമേൻ യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തി ഒരു അനുഗ്രഹീതനായ പഠിതാവിന് വേണ്ടതായ എല്ലാ ആമേൻ തെളിവുകൾ സഹിതം ധന്യനായ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ആമേൻ ഞാൻ വാതിൽ ആകുന്നു. 10-ാം അധ്യായം 9-10 വാക്യം. I am the door of the world. ആമേൻ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ 7 സ്റ്റേറ്റ്മെന്റ് ഓഫ് I am എന്ന് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 7 ഞാൻ ആമേൻ ഞാൻ എന്ന്
ഞാൻ വാതിലാകുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്ന് ചേർത്ത് 7 തവണ കർത്താവ് പറയുന്നുണ്ട്. അതിൽ 3-ാമത്തെ ഭാഗമാണ് ഞാൻ വാതിലാകുന്നു എന്നുള്ളത്. ഒന്നാമത്തെ ആമേൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 10:11 ഞാൻ ഇടയനാകുന്നു. 11:25 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 15:1 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇവിടെയെല്ലാം ഐ ആം എന്നെടുത്ത് കർത്താവ് പറയുകയാണ്, ഐ ആം ദ ഡോർ ഓഫ് ദ വേൾഡ്, ഐ ആം ദ ലൈഫ്. ആമേൻ ആമേൻ. അപ്പോ ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ എന്ന് എടുത്ത് 7 തവണ 7 സ്റ്റേറ്റ്മെന്റ് ഒരു പഠിതാവിന് യേശുവിന്റെ ദൈവത്വത്തെ ആമേൻ പഠിക്കേണ്ടതിന് 7 തവണ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോ ആമേൻ. എന്നാൽ 18-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം പഠിക്കുമ്പോൾ സ്തോത്രം ആമേൻ തന്റെ അവസാന കാലഘട്ടങ്ങളിൽ യേശുവിനെ പിടിപ്പാനുള്ള സമയമാകുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് താൻ ഇറങ്ങി ഗദസമന്റെ പ്രാർത്ഥന കഴിഞ്ഞ് താൻ ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ പിടിക്കേണ്ടതിന് ഒരു കൂട്ടം പടയാളികൾ ആമേൻ യേശുവിനെ പിടിക്കേണ്ടതിന് യൂദയോട് ഒത്ത് കടന്നു വരുമ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു? അവര് പറഞ്ഞു, ഞങ്ങൾ നസ്രായനായ യേശുവിനെ തിരയുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തന്നെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവൻ മുൻപോട്ട് വന്നവർ പിൻവാങ്ങി നിലത്തു വീഴുവാനിടയായെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എന്റെ തമ്പുരാൻ കൂടെയുണ്ടെങ്കിൽ നിനക്ക് വിരോധമായി കടന്നു വന്ന ചിലതിനെ പിറകേക്ക് അവൻ മാറ്റിക്കളയുവാൻ എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്ന പദം ആമേൻ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ആമേൻ മോശയോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. മോശ ചോദിച്ചു, ആമേൻ അങ്ങ് ആരാകുന്നു? ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം മോശയോട് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. സ്തോത്രം. ഇന്ന് രാത്രി യേശുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷത്തിന്റെ ചില ഈടുറ്റ വേദഭാഗങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, ഞാൻ വാതിലാകുന്നു. സ്തോത്രം. ഞാൻ വാതിലാകുന്നു. സ്തോത്രം. ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്റ്റേറ്റ്മെന്റാണ്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വായിച്ചത് 9 ആമേൻ 10:9-10 വാക്യം ഞാൻ വാതിലാകുന്നു. സ്തോത്രം. യേശു ക്രിസ്തു ലോകത്തിന്റെ വാതിലാകുന്നു. സ്തോത്രം. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും ചെയ്യുന്നു. അവൻ മേച്ചിൽ പുറം കണ്ടെത്തും. സ്തോത്രം. ഈ വാതിൽ എന്നുള്ള ആ സംജ്ഞ, ആ നാമം ആദ്യമായി വന്നതല്ല. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഇതിന്റെ നിഴൽ പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നിഴൽ. ദൈവത്തിന് സ്തോത്രം. ഏക രക്ഷയ്ക്കായി ഏക വാതിൽ യേശുവാണെന്ന് തെളിയിക്കുന്ന ചില വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി വേദഭാഗം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളുടെ ദൂത് ഞാൻ കൈമാറാം. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിലൂടെ അകത്ത് കടന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. പുറത്തു പോകുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിലൂടെ അകത്ത് കടന്നവർ ചില പുത്തൻ മേച്ചിൽ പുറങ്ങൾ തേടി, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അഭിവൃദ്ധിയുടെ അനുഗ്രഹങ്ങളിലേക്ക് കടന്നുപോയ ചിലര് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. പറയട്ടെ ദൈവവൈദ്യരെ, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് ഈ ദൂതന് വിടുതലായി വെളിപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പഴയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതിമഹത്തായ 2 ചരിത്ര സംഭവങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപാകെ
ചിന്തയ്ക്കായി വെച്ച അനന്തരം എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കും. സ്തോത്രം. ദൈവം മോശയോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാന് എൻ്റെ ജനത്തിന്റെ നടുവിൽ വസിക്കേണ്ടതിന് എനിക്ക് ഒരു കൂടാരം, സമാഗമന കൂടാരം ഉണ്ടാക്കണം എന്ന് ദൈവത്തിന് സ്തോത്രം. ഒരു കൂടാരം ഉണ്ടാക്കണം എന്ന് മോശയോട് ദൈവം അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ ഭാഗത്തൊക്കെ ഞാൻ ചുരുക്കമായി ദൈവജനത്തോട് പറയാം. ദൈവം പറഞ്ഞ മാതൃകയിൽ ആമേൻ മോശയോട് പ്രത്യേകം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പർവ്വതത്തിന് മുകളിൽ നിന്നെ കാണിച്ച മാതൃകയിൽ വേണം അതിനെ പണിയാൻ. സ്തോത്രം. ഈ പണിത സമാഗമന കൂടാരത്തിന് സ്തോത്രം ഒരൊറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ വാതിലേ ഉണ്ടായിരുന്നു. വിശുദ്ധ തിരുവെടുത്ത് പഠിക്കുന്നവർക്കറിയാം, ഒറ്റ വാതിലേ ഉണ്ടായിരുന്നു. ആ വാതിൽ വെച്ചത് കിഴക്ക് വശത്താണ്. ആ വാതിൽ അവൻ തമ്പുരാൻ ക്രമീകരിച്ചത്. ദൈവത്തിന് സ്തോത്രം. അവൻ 4 വശങ്ങളുണ്ട്. കിഴക്കുണ്ട്, പടിഞ്ഞാറുണ്ട്, അവൻ തെക്കുണ്ട്, വടക്ക്, 4 വശങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കൂടാരത്തിന്, സമാഗമന കൂടാരം ഒറ്റ വാതിലാണ് ദൈവം വെച്ചത്. അത് കിഴക്കുവശത്താണ്. കിഴക്കുവശത്ത് പടിഞ്ഞാറ് സൈഡിൽ കിടക്കുന്ന ഒരാൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശിക്കണമെങ്കിൽ അവൻ മറ്റേതെങ്കിലും സൈഡിലൂടെ വന്ന് അകത്ത് പ്രവേശിക്കേണ്ടതായി ഉണ്ട്. മറ്റേതെങ്കിലും സൈഡിലൂടെ വന്ന് അകത്ത് പ്രവേശിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. ഇന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയ വീട് നമ്മൾ ഉണ്ടാക്കിയാൽ പോലും, ഒരു ചെറിയ വാതിൽ, ഒരു കെട്ടിടം നമ്മൾ ഉണ്ടാക്കിയാൽ പോലും അതിന് എത്രയോ വാതിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇഷ്ടം പോലെ വാതിലുണ്ട്. ഇവിടുത്തെ ശ്രദ്ധിച്ചേ, ദൈവം കൊടുത്ത മാതൃകയിൽ, ദൈവം കൊടുത്ത ആ ഒരു എഞ്ചിനീയർ പ്ലാനിൽ മോശ പണിതതായ സമാഗമന കൂടാരത്തിന് ഒരൊറ്റ വാതിൽ മാത്രമേ തമ്പുരാൻ അനുവദിച്ചുള്ളൂ. സ്തോത്രം. കാരണം അതിന്റെ എഞ്ചിനീയറിംഗിൽ വന്ന ഒരു മിസ്റ്റേക്ക് അല്ല. സ്തോത്രം. അത് പണിതവർക്ക് വന്നതായ ഒരു മിസ്റ്റേക്ക് അല്ല ഒരൊറ്റ വാതിൽ വന്നത്. മറിച്ച് ഈ ഒരൊറ്റ വാതിലിനെ കാണിക്കുന്നത്, സമാഗമന കൂടാരത്തിന്റെ ഈ ഒറ്റ വാതിൽ കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് യേശു എന്ന ഏക മാർഗമാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ഒരൊറ്റ വാതിലേ ഉള്ളൂ. നീ എവിടെ കിടന്നാലും, നീ ഏത് സൈഡിൽ കിടന്നാലും, നീ പടിഞ്ഞാറ് കിടന്നാലും കിഴക്ക് കിടന്നാലും, നീ എവിടെ കിടന്നാലും രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വാതിലേ ഉള്ളൂ. ഇതിനകത്ത് നിനക്ക് കയറണമെങ്കിൽ ഒരേ ഒരു വാതിലേ ഉള്ളൂ. അത് യേശു എന്ന ഏക രക്ഷിതാവിന്റെ വാതിലാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പണിതയാളുടെ മിസ്റ്റേക്ക് അല്ല, എഞ്ചിനീയറിംഗ് കൊടുത്ത ദൈവത്തിന്റെ മിസ്റ്റേക്ക് അല്ല, മറിച്ച് ഒരൊറ്റ വാതിൽ മാത്രമേ ദൈവം അനുവദിച്ചുള്ളൂ. വേറൊരു വാതിലില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാ പ്രവാചന പുസ്തകം 45-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 45:22 ഇങ്ങനെയാ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഭൂസിമവാസികളോട് യെശയ്യാ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് പിറകിൽ യെശയ്യാവെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിയുവീൻ, എങ്കിലേക്ക് തിരിഞ്ഞ് ഹല്ലേലൂയ രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറെ ഒരു ദൈവമില്ല. രക്ഷപ്പെടുവാൻ, രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു ദൈവമുള്ളൂ. അത് നസ്രയനായ യേശു മാത്രമാണ്. പാശ്ചാത്യരാകട്ടെ,
പൗരസ്ത്യരാകട്ടെ, ദൈവത്തിന് സ്തോത്രം, പാശ്ചാത്യർക്കും പൗരസ്ത്യർക്കും പണ്ഡിതനും പാമരനും കുബേരനും ജ്വരനും കുചേരനും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് യേശുവെന്ന ഏക രക്ഷിതാവിന്റെ മാർഗമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവേദനയെ രക്ഷപ്പെടണമെങ്കിൽ നീ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട കാര്യമില്ല. രക്ഷപ്പെടണമെങ്കിൽ വ്രതമെടുക്കേണ്ട കാര്യമില്ല. രക്ഷപ്പെടണമെങ്കിൽ കഠിന ഉപവാസങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമാ. അപ്പോസ്തല പ്രവൃത്തി 16:30 ഇങ്ങനെ വായിക്കുന്നു, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. രക്തത്താൽ ജയം. റോമൻ കാരാഗൃഹത്തിനകത്ത് കിടക്കുന്ന കൊടും കുറ്റവാളികളെ, റോമൻ കാരാഗൃഹത്തിനകത്ത് കിടന്ന് ഏകദേശം 200-ൽ പരമുള്ള കൊടും കുറ്റവാളികളെ നിയമമല്ല രക്ഷപ്പെടുത്തിയത്. അവരുടെ ആമേൻ ഹല്ലേലൂയ വക്കീലന്മാരല്ല അവരെ രക്ഷപ്പെടുത്തിയ, മറിച്ച് അവരുടെ ജീവിതത്തിനകത്തൊരു മാറ്റം കൊടുത്തത്. അന്ന് രാത്രി പൗലോസും ശീലാസും ആമേൻ ലൂക്കോസ് തിമോത്തിയോസ് തുടങ്ങിയ അനേക കർത്തൃദാസന്മാർ ആമേൻ കാരാഗൃഹത്തിനകത്ത് കിടന്ന ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ റോമൻ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ആമേൻ കർത്താവിനെ ആരാധിച്ച് എല്ലാ ആമേൻ കാരാഗൃഹത്തിന്റെ ആമേൻ മതിലുകളൊക്കെ ഇടിഞ്ഞു പോയപ്പോൾ സ്തോത്രം, കാരാഗൃഹ പ്രമാണി പുറത്തു ചാടി ആമേൻ ഹല്ലേലൂയ തന്നെത്താൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നിനക്ക് തന്നെ ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഇന്ന് രാത്രി മാനവ ജനതയ്ക്ക് മാനസാന്തരം വരണമെങ്കിൽ കൊടും കുറ്റവാളികളെ, കൊടും ക്രിമിനലുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് മതങ്ങളല്ല. കൊടും കുറ്റവാളികളെ, ക്രിമിനലുകളിലെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് പഠനങ്ങളല്ല, നിയമങ്ങളല്ല, മറിച്ച് യേശു എന്ന ഏക രക്ഷിതാവിന്റെ സാന്നിധ്യമാണ്. സ്തോത്രം. കൊടുങ്കുറ്റവാളികൾ ഒരുമിച്ച് പൗലോസിന്റെയും ശീലാസിന്റെയും ശിഷ്യന്മാരുടെ ചുറ്റും നിൽക്കുമ്പോൾ ആമേൻ കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് രാത്രി ഈ ദൂതികൾക്ക് എനിക്കൊന്ന് രക്ഷപ്പെടണം. ഈ കഷ്ടതയുടെ നടുവിൽ നിന്ന്, ഈ പാപമയമായ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ ശ്രമിക്കുന്നെങ്കിൽ ആമേൻ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. യേശുവിൽ വിശ്വസിക്കുക. മദ്യവും മയക്കുമരുന്നിൽ നിന്നും നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വാതിൽ, അത് യേശു എന്ന ഏക വാതിലാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരേ ഒരു വാതിലേ ഉള്ളൂ. ഈ സമാഗമന കൂടാരത്തിനകത്ത് കയറണമെങ്കിൽ ഒരേ ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ യേശുവിനെ കുറിക്കുന്നു. സ്തോത്രം. ഞാൻ എന്റെ മെസ്സേജ് ചുരുക്കുകയാ കേട്ടോ. ഞാൻ ദീർഘസമയങ്ങൾ ഇന്ന് രാത്രി സംസാരിക്കുന്നതിന്റെ വാക്കുകൾക്ക് ചുരുക്കം ആമേൻ ചുരുക്കി കൊണ്ടുവരികയാണ്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം കൂടെ പഠിക്കുന്നത് ഇങ്ങനെയാണ്. നോഹയോട് ദൈവം ഒരു ആമേൻ നോഹയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നു, ആകയാൽ നീ ഒരു പെട്ടകം പണിയണം. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഒരു പെട്ടകം നീ എന്ത് ചെയ്യണം? പണിയണം. സ്തോത്രം. ദൈവം കൊടുത്ത അളവിനകത്ത്, ദൈവം കൊടുത്ത ആ എൻജിനീയറിംഗ് പ്ലാനിനകത്ത് നിന്നുകൊണ്ട് പണിയാൻ നോഹ തീരുമാനിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. ആ പെട്ടകം വലുതാണെങ്കിലും സ്തോത്രം വാതിലൊന്നേ ഉള്ളൂ. പെട്ടകം വലുതാ, വാതിലൊന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6-ാം വാക്യത്തെ കാണുന്നുണ്ട്. പെട്ടകം ഒന്നേ ഉള്ളൂ, പെട്ടകം വലുതാണ്, വാതിലൊന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അല്പം പോയി ഓർപ്പിച്ചൊരു വാക്യമുണ്ട്. അപ്പോസ്തലർ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ഈ ഉലകത്തിൽ ഒരു വാതിലേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാകുന്ന ഏകവാതില. ശ്രദ്ധിക്കണം. സ്തോത്രം. ഒരേ ഒരു മാർഗം, ഒരേ ഒരു വാതിൽ, അത് യേശു എന്ന മാർഗമാണ്. സ്തോത്രം. തിമോത്തിയോസിന്റെ പൗലോസിന്റെ ലേഖനത്തിലെ അത് 2-ാം അധ്യായം 5-6 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും നടുവിൽ മധ്യസ്ഥനും ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. സ്തോത്രം. ദൈവത്തിന്റെയും മനുഷ്യന്റെയും നടുവിൽ
മധ്യസ്ഥൻ ഒരാളേ ഉള്ളൂ, യേശുവാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുത്. മധ്യസ്ഥൻ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ഒരു മതസ്ഥാപകന്മാരും ഒരു പണ്ഡിതന്മാരും ഒരു മനുഷ്യൻ പോലും ആമേൻ തന്റെ സ്വന്തം ജനത്തിന് വേണ്ടി ഇന്ന് വരെ ജീവൻ കൊടുത്ത ചരിത്രമില്ല. എന്നാൽ സ്വന്തം ജീവൻ കൊടുത്ത് ആമേൻ ഈ ലോകത്തിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിച്ച് ഒരാൾ മാത്രമേ ഭൂമിയിലുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ മരണത്തെ ജയിച്ച് കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണമേ. അപ്പോൾ ഒരേ ഒരു വാതിലേ ഉള്ളൂ. അവൻ നോഹ പണിത പെട്ടകത്തിന് ഒരേ ഒരു വാതിൽ. സ്തോത്രം. ഈ ഏക വാതിലൊക്കെ സൂചിപ്പിക്കുന്നത് യേശുക്രിസ്തു എന്ന ഏകരക്ഷിതാവിൽ കൂടിയുള്ള രക്ഷയാണ്. സ്തോത്രം. സ്തോത്രം. ഒരേ ഒരു വാതിൽ, നോഹയുണ്ടാക്കിയ പെട്ടകത്ത് ഒരേ ഒരു വാതിൽ. സ്തോത്രം. അതിലൂടെയാണ് ആമേൻ ആടും ആമേൻ ആനയ്ക്കും ആടിനും സിംഹത്തിനും ഒക്കെ കയറാൻ ഒരേ ഒരു വാതിൽ. ഏതാടിനും ഏതാനയ്ക്കും ഏത് സിംഹത്തിനും കയറാനായിട്ട് ഒരേ ഒരു വാതിലേ ഉള്ളൂ, അത് നോഹയുണ്ടാക്കിയ ഒരു വാതിലാണ്. ദൈവത്തിന് സ്തോത്രം. കാട്ടിലെ സിംഹം പറയുകയാണ്, ആമേൻ ആടും അണ്ണാനും ഒന്നും കയറിയ ആ വാതിലൂടെ ഞാൻ കയറത്തില്ല, എനിക്ക് വാതിൽ വേറെ വേണം. സ്തോത്രം. ആടും അണ്ണാനും ഒന്നും കയറിയതിലൂടെ ഞാൻ കയറത്തില്ല, ഞാൻ കാട്ടിലെ രാജാവാണ്. സ്തോത്രം. ചില ആനകൾ പറയാറുണ്ട്, ഞാൻ അമ്മൻ വലിയ മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് ആ വഴി പോരാ. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, ഒരേ ഒരു വഴിയുള്ളൂ. നീ എത്ര വലിയവനായാലും, നീ എത്ര ആമേൻ സമർത്ഥനായാലും ഒരേ ഒരു വഴിയുള്ളൂ, അത് യേശുക്രിസ്തുവാകുന്ന ഏക വഴിയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി പറയട്ടെ, സ്തോത്രം. ആമേൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയിൽ കൂടെ കടക്കുന്നത് പോലെയാണ്. സ്തോത്രം. നമ്മുടെ മാനുഷിക ബുദ്ധി അനുസരിച്ച് അതൊന്ന് ചിന്തിച്ചെടുക്കണമെങ്കിൽ ഒത്തിരി ദിവസങ്ങൾ വേണം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ നാളൊരു കർത്തൃദാസൻ ശുശ്രൂഷിക്കുന്നത് കേട്ടു. ആമേൻ. സ്തോത്രം. ഒട്ടകം എങ്ങനെ സൂചിക്കുഴൽ കടക്കും? ഒന്നെങ്കിൽ സൂചിക്കുഴ വലുതാക്കണം. എത്ര വലുതാക്കാൻ കഴിയും? സ്തോത്രം. എന്നാൽ ഒട്ടക സൂചിക്കുഴി കൂടെ കടക്കണമെങ്കിൽ ഒരു കാര്യം നമുക്ക് അതിനകത്ത് ചെയ്യാൻ കഴിയും. അക്കരെ കടക്കണമെങ്കിൽ, ഈ സൂചിക്കുഴ കൂടെ അപ്പുറം കടക്കണമെങ്കിൽ ഒട്ടകം ചെറുതായേ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്നും ആമേൻ ഡംഭിച്ച് സംസാരിക്കുന്നവരുണ്ട്, അഹങ്കാരം വിട്ടുമാറാത്തവരുണ്ട്. സ്തോത്രം. ആടും അണ്ണാനും പോയ വാതിലൂടെ ഒന്നും ഞാൻ കയറത്തില്ലെന്ന് പറയുന്ന പല പുള്ളികളും ഇന്ന് പല പെട്ടകത്തിനകത്തും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില ഇടയന്മാരും, ആമേൻ വളരെ ഭാരത്തോടെ പറയട്ടെ, പല ഇടയന്മാരും ഈ കാലഘട്ടങ്ങളിൽ ആമേൻ ഉപദേശത്തിനകത്ത് വെള്ളം ചേർക്കുന്നവരെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. പല ദൈവമക്കളും പറയാറുണ്ട്, ഇന്നയാള് പറഞ്ഞത് കൊണ്ടാ. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഉപദേശക്കന്മാരെ, എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരെ, ഉപദേശത്തിനകത്ത് വെള്ളം ചേർക്കരുത്. സ്തോത്രം. ധനവാന് പണമുള്ളവനും ധനവാനും ഒക്കെ വേറൊരു നിയമം, സാധാരണക്കാർക്ക് മറ്റൊരു നിയമം. എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരെ, ഉപദേശക്കന്മാരെ, ഒരേ ഒരു വാതിലേ ഉള്ളൂ, ഒരേ ഒരു ഉപദേശവും ഉള്ളൂ, അത് കർത്താവായ ഏകരക്ഷിതാവിന്റെ ഉപദേശത്തിനകത്ത് ആരും വെള്ളം ചേർക്കരുതേ. പ്രവാചകനായിരിക്കുന്ന ആമോസ് തന്റെ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. തമ്പുരാൻ ആമോസിന് പറയുകയാ, 7-ാം അധ്യായത്തിൽ പറയുന്നു, ആമോസ് നീ എന്ത് കാണുന്നു? ആമോസ് പറയുന്നത്, ഞാൻ ഒരു തൂക്കുകട്ട കാണുന്നു. അടുത്ത ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നത്,
ആമേൻ, യഹോവയായ ദൈവം തൂക്കുകട്ട പിടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നടുവിൽ നിൽക്കുന്നു. ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഭയത്തോടും ആമേൻ വിറയലോടും കൂടെ വേണം വാക്യം ആമേൻ വായിച്ച് മനസ്സിലാക്കാൻ. ഇസ്രായേലിന്റെ നടുവിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് ഒരുവൻ നിൽക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ആമേൻ പ്രമാണം അനുസരിച്ച് വേണം ദൈവജനത്തെ ആമേൻ സഭയ്ക്കകത്ത് നിർത്താൻ. പ്രമാണത്തിനനുസരിച്ച് വേണം ദൈവജനത്തെ ഉപദേശിക്കാൻ. സ്വന്തം ഇഷ്ടപ്രകാരമോ സ്വന്തം താല്പര്യം അനുസരിച്ചോ ദൈവജനത്തെ വിടുവാനായി ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ആമേൻ. ഞാൻ എൻ്റെ ഈ ശുശ്രൂഷയുടെ ചില ആഴ്ചകൾക്ക് പിറകിൽ ഞാനിങ്ങനെ ഓർപ്പിച്ചിട്ടുണ്ട്. ആമേൻ. ജനത്തെ കെട്ടഴിച്ചു വിട്ട അഹരോൻ കെട്ടഴിച്ചു വിട്ടു. സ്തോത്രം. രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, പെട്ടകത്തിനകത്ത് കയറിയാൽ ആമേൻ രക്ഷയ്ക്കകത്ത് നീ വന്നു കഴിഞ്ഞാൽ ആമേൻ നീ ജീവിക്കണം. നിന്റെ ഇഷ്ടപ്രകാരമോ ആമേൻ മറ്റൊരു ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഒക്കത്തില്ല. ആമേൻ. തൂക്കുകട്ട പിടിച്ചുകൊണ്ട് ഒരുവൻ നിൽപ്പുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ, ഏകരക്ഷിതാവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിടുതൽ ഇന്ന് രാത്രി നാം പ്രാപിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തോണം. ആമേൻ. ഒരേ ഒരു വാതിലേ ഉള്ളൂ, അതേശുവാകുന്ന ഏകവാതില. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളൊന്ന് ചുരുക്കി വരട്ടെ. സ്തോത്രം. നോഹ ആമേൻ പെട്ടകം മറന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ആമേൻ ഒരേ ഒരു വാതിലേ പാടുള്ളൂ. ആനയ്ക്കും ആടിനും അണ്ണാനും സിംഹത്തിനും എല്ലാം ഒരേ ഒരു വാതിൽ. സ്തോത്രം. വേറൊരു വാതിലില്ല. പലരും ചിലരെ എന്റെ ഭാവനയിൽ പറയാൻ ചിലർ മാറി നിൽക്കുകയാ. അവര് കയറിയ വാതിലല്ലേ, ഇവര് കയറിയ വാതിലിൽ അതിലൂടെ ഞാൻ കയറത്തില്ല. ഞാൻ ഉന്നതനാ, ഞാൻ പണമുള്ളവനാ, ഞാൻ പഠിപ്പുള്ളവനാ. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ഇന്ന് രാത്രി ആമേൻ അങ്ങനെ മാറി നിന്നിരുന്നെങ്കിൽ പല സിംഹങ്ങളും വെള്ളം കുടിച്ച് ജാകേണ്ട ഗതികേട് വന്നേനെ. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ആമേൻ ആമേൻ വമ്പ് പറയാതെ പഠിപ്പ് മാറ്റി വെച്ചിട്ട് ആമേൻ ഹല്ലേലൂയ എല്ലാ അഹങ്കാരങ്ങളും മാറ്റി വെച്ചിട്ട് യേശു ക്രിസ്തുവാകുന്ന ഏകവാതിലൂടെ നീ പെട്ടകത്തിനകത്തേക്ക് കടന്നാൽ ആമേൻ വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് നിനക്കൊരു വിടുതലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. യേശു യെരൂശലേം തെരുവീഥിയിൽ നിന്ന് വിളിച്ചിങ്ങനെ പറയുകയാ, ഞാൻ വാതിലാകുന്നു, ഞാനാണ് വാതിൽ, വേറെ ഒരു വാതിലില്ല, ഞാനാണ് ഏകവാതിൽ. യോഹന്നാൻ 3:14 ഇങ്ങനെ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരു വാക്യം കൂടെ അടുത്ത ഒരു വാക്യം കൂടെ ഉണ്ട്. പലരും അത് വിട്ടുപോവുകയാണ്. ആമേൻ. അതിന്റെ 18ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകൊണ്ട് ന്യായവിധി വന്നു കഴിഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ. ദൈവപുത്രൻ വിശ്വസിക്കുന്നവന് ആമേൻ ദൈവപുത്രൻ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവൻ ആരായാലും, അതെത്ര പണ്ഡിതനായാലും അതെത്ര വലിയവനായാലും, ഇന്ന് രാത്രി പറയട്ടെ, അവന് ന്യായവിധി വന്നു കഴിഞ്ഞു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ഒരുപക്ഷെ ആമേൻ അനേക ചാരിറ്റി ചെയ്യുന്നവനാകാം ഒരുപക്ഷെ താങ്കൾ. ആമേൻ ഒരു സാമൂഹിക സേവകനാകാം താങ്കൾ. ഒരുപക്ഷെ താങ്കൾ വീടി വലിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, ആമേൻ ഒരു ദോഷവും താങ്കളുടെ പക്കലില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, താങ്കൾ യേശുവിനെ വിശ്വസിച്ചില്ലെങ്കിൽ ന്യായവിധി വന്നു. സ്തോത്രം. ചില പറയാറുണ്ട്, അദ്ദേഹം വീടി വലിച്ചിട്ടില്ല, കള്ളു കുടിക്കത്തില്ല, ചാറ്റ് ചെയ്യുന്നവന് നല്ല മനുഷ്യനാണ്, നല്ലപോലെ ജീവിക്കുന്നവനാ, അദ്ദേഹം സ്വർഗത്തിൽ പോകുമോ? എന്നെ കേൾക്കുന്ന സ്നേഹിത, ഒരു മറുപടി പറയാം, പോകത്തില്ല. കാരണം യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരെ ന്യായവിധി വന്നു കഴിഞ്ഞെന്നാണ്. സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുവെന്ന് വചനം പറയുന്നെങ്കിൽ, ഇന്ന് രാത്രി ഈ വചന ശുശ്രൂഷയ്ക്കകത്ത് ഒരു ദൂത് ഞാൻ പറയുന്നില്ല. ആമേൻ നിന്റെ രോഗസൗഖ്യമാകും ഞാൻ പറയുന്നില്ല. ആമേൻ ഇന്ന് രാത്രി നിനക്ക് വിടുതൽ വേണമോ, നിനക്ക് ദൈവികമായ അനുഗ്രഹം വേണമോ, പുറമെ നിന്ന് പ്രാപിക്കാൻ ഒക്കത്തില്ല. യേശുവാകുന്ന വാതിലിനകത്തുകൂടെ, യേശുവാകുന്ന വാതിലിലൂടെ നീ അകത്തു വന്നാൽ നിനക്കൊരു അനുഗ്രഹമുണ്ട്. സ്തോത്രം.
അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ലോകത്തിൽ രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു വാതിലേ ഉള്ളൂ. അത് യേശുവാകുന്ന വാതിലാണ്, യേശു ക്രിസ്തുവാകുന്ന വാതിൽ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ചില ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴും എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആമേൻ അനേക ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. അവരോടൊരു ദൂത് ഞാൻ കൈമാറട്ടെ. ഇന്ന് രാത്രി സാക്ഷാൽ ഞാൻ വാതിലാകുന്നു പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി ഈ വാതിലിനകത്തുകൂടെ നീ അകത്ത് കയറി ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് പ്രാണനാഥന്റെ വാഗ്ദത്തങ്ങളെ കാത്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഒരു കുറുംപ്രാവിനെ പോലെ നീ ആയിരിക്കുന്നെങ്കിൽ നിന്നെ അത് ദൂത് പറയട്ടെ, നിന്റെ വിശുദ്ധിയെ തികച്ചുകൊള്ളണം. ഒരുപക്ഷെ നീ രോഗിയാകാം, ഒരുപക്ഷെ നീ കഷ്ടപ്പാട് അനുഭവിക്കുന്നവനാകാം, ഒരുപക്ഷെ നിനക്ക് കടഭാരം തീരെയില്ലെന്നാകാം, ഒരുപക്ഷെ ഞെരുക്കം മാറുന്നില്ലെന്നാകാം. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും ജീവിതത്തിന്റെ ഏത് ഭാരങ്ങളിലും ഇന്ന് രാത്രി പറയട്ടെ, വിശുദ്ധി കൈവിടരുത്, വേർപാട് കൈവിടരുത്. വിശുദ്ധിയെ തികയ്ക്കുക, വേർപാട് പാലിച്ച് വിശുദ്ധിയോടെ മുൻപോട്ട് പോയിക്കൊള്ളുക. നിന്റെ പ്രാണനാഥൻ വരാറായി. ആമേൻ. കാഹളം ധ്വനിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനാഥൻ ആകാശ മേഘങ്ങളിൽ വരാറായി. എന്റെ യേശു വരുന്നത് രോഗം സൗഖ്യമായവരെ കൊണ്ടുപോകാനല്ല. എന്റെ യേശു വരുന്നത് ഭൂതങ്ങൾ മാറിയവരെ കൊണ്ടുപോകാനല്ല. എന്റെ യേശു വരുന്നത് കഷ്ടതയും കടഭാരവും മാറിയവരെ കൊണ്ടുപോകാനല്ല. എന്റെ യേശു വരുന്നത് കടഭാരം മാറിയില്ലെങ്കിലും രോഗം മാറിയില്ലെങ്കിലും വിശുദ്ധിയോടെ ജീവിച്ച് വേർപാടോടെ ജീവിച്ച് ദൈവത്തെ സേവിച്ച് മുമ്പോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതലെ നിന്നെ ചേർക്കാനായി എന്റെ കർത്താവ് വരുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായി. സ്തോത്രം. കാലങ്ങളൊക്കെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുക. ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഇന്ന് വരെ കാണാത്ത പലതും കർത്താവിന്റെ വചനത്തിൽ ആമേൻ കർത്താവ് അരുളി ചെയ്തത് പലതും ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ 5 വൻകരകളിലായി 220 രാഷ്ട്രങ്ങളിലായി പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ തല ഉയർത്തി നോക്കണം. സ്തോത്രം. എന്താ കാര്യം? നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഇന്ന് രാത്രി കർത്താവിന്റെ വരവെങ്കിൽ പ്രത്യാശ വെച്ച് ഏകവാതിലായ യേശു ക്രിസ്തുവിലൂടെ അകത്ത് കടന്ന് കർത്താവിനെ രുചിച്ചറിയുകയും കർത്താവിനെ തിരിച്ചറിഞ്ഞവനെ ആരാധിക്കുകയും ദൈവത്തിന്റെ വരവെങ്കിൽ പ്രത്യാശ വെച്ച് ഒരു കുറുംപ്രാവിനെ പോലെ കുറുകിയിരിക്കുന്ന ദൈവമക്കളോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് പറയുന്നു, വിശുദ്ധിയെ തികയ്ക്കുക. ആമേൻ. ഈ രക്ഷയിലേക്ക് വരാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, ഒരേ ഒരു വാതിൽ, ഒരേ ഒരു രക്ഷകൻ യേശു മാത്രമാണ്. നീ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ കഠിന വ്രതങ്ങൾ എടുത്തത് കൊണ്ടോ ആമേൻ അനേക ഇടങ്ങൾ കയറി ഇറങ്ങിയത് കൊണ്ടോ ഒന്നും രക്ഷപ്പെടാൻ ഒക്കത്തില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം ആമേൻ അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ആമേൻ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരു മാർഗം, അത് യേശു എന്ന ഏകരക്ഷിതാവിന്റെ മാർഗമാണ്. ആകയാൽ ഈ വാതിലൂടെ അകത്ത് കടന്ന് കർത്താവിനെ രുചിച്ചറിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വാതിലൂടെ അകത്ത് കടന്ന് കർത്താവിനെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളെ കർത്താവ് കൃപയിൽ നിലനിർത്തട്ടെ എന്ന് ആമേൻ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. ഇനി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ രക്തത്താൽ ജയം. ആമേൻ. ഒരുപക്ഷെ ആമേൻ സഹോദരി, നീ ഇരിക്കുന്നത് ഒരുപക്ഷെ കടഭാരങ്ങളുടെ നടുവിലാകാം. ഒരുപക്ഷെ നീ ഇരിക്കുന്നത് രോഗത്തിന്റെ കെട്ടിനകത്തായിരിക്കാം നീ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്റെ കുടുംബത്തിന്റെ അകത്തെ വിഷയം എങ്ങനെയൊന്ന് മാറുമെന്ന് ഓർത്ത് വളരെ ഞെരുക്കത്തോടെ ആകാം ഇന്ന് രാത്രി ഈ ദൂതിന്റെ മുമ്പിൽ നീ ഇരിക്കുന്നത്. ഇന്ന് രാത്രി ആമേൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആമേൻ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ഒരുപക്ഷെ ഇരിക്കുന്നത് വിദേശത്താകാം, ഒരുപക്ഷെ ഇരിക്കുന്നത് ആമേൻ ഇന്ത്യയിലാകാം. എവിടെ ഇരുന്നായാലും ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥനയിൽ ആമേൻ പോരാടാൻ കണ്ണുകളൊന്നും അടച്ചാട്ടെ. രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങുന്ന രാത്രിയാണ്.
യേശുവിന്റെ രക്തത്താൽ ജയം. പ്രാർത്ഥിക്കുന്നവന്റെ കൈയുടെ നീളം പറയാനൊക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ലൂസ് മരുഭൂമിയിൽ കിടക്കുന്ന യാക്കോബിന്റെ അടുക്കൽ ആമേൻ ദൈവത്തിന് സ്തോത്രം ദൂതൻ ഇറങ്ങി, ആമേൻ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ തലമുറകൾ വിദേശത്താകാം, ഒരുപക്ഷെ നിന്റെ കുടുംബ കഷ്ടതയുടെ കടിങ്കട്ടിനകത്ത് കെട്ടപ്പെട്ടാകാം. ഇന്ന് രാത്രി ആരും ഞങ്ങൾക്ക് ഒരു വിടുതൽ തരും. മരുന്ന് കഴിച്ചിട്ടും മാറാത്തത്, ആമേൻ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചിട്ടും മാറാത്തത്, ഇന്ന് രാത്രി ഒരു വിടുതലയക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഇന്ന് രാത്രി കൈമാറുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിലുള്ളതായ സൗഖ്യം ഇന്ന് രാത്രി കൈമാറുന്ന രാത്രിയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ആരും മത്സരിച്ചിരിക്കാതെ സംഭവിക്കുമോ സംഭവിക്കില്ലയോ നോക്കാനല്ല, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാൽ സകലവും സാധ്യമാകും, സംഭവിക്കുമെന്ന് വചനമാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് കർത്താവേ ആമേൻ ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ ആവലോടെ ആമേൻ യേശുക്രിസ്തു എന്ന ഏകവാദിലൂടെ അകത്ത് കയറി രക്ഷപ്പെടുവാൻ ആഗ്രഹത്തോടെ ഈ വചനം കേട്ട എല്ലാവരുടെ പേരും ദൈവസാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി വരണമേ. ഈ വചനത്തിലൂടെ ആമേൻ വിശ്വാസത്തോടെ കടന്നു ദൈവമക്കൾ ആമേൻ അനുഭവിക്കുന്ന രോഗബന്ധനം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത് എത്ര വലിയ കൊറോണയായാലും എത്ര വലിയ രോഗബന്ധനമായാലും ഇന്നലകളിൽ എന്റെ കർത്താവിനെ കൊണ്ട് സൗഖ്യമാക്കാൻ കഴിയാത്തതൊന്നുമില്ലല്ലോ. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടവർ സൗഖ്യമായെങ്കിൽ, യേശുവിന്റെ മുമ്പിൽ നിലവിളിച്ചവർ സൗഖ്യമായെങ്കിൽ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഞങ്ങൾ വചനത്തെ ഇങ്ങനെ വായിക്കുന്നല്ലോ. ആരവാരവങ്ങൾക്കിടയിലും ആമേൻ ഹല്ലേലൂയ കരയുന്നവന്റെ കണ്ണുനീർ സ്വർഗം കണ്ടെങ്കിൽ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള നിലവിളി വഴിയോരത്തിരുന്ന് അന്ധനായ മനുഷ്യൻ, എല്ലാവരും തള്ളിക്കളഞ്ഞവന്റെ മനുഷ്യൻ ആമേൻ അനേക ആരവാരവങ്ങൾക്കിടയിലും ആമേൻ ഹല്ലേലൂയ ആവശ്യക്കാരന്റെ നിലവിളി അങ്ങ് കേട്ടെങ്കിൽ, ഇന്ന് രാത്രി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കണ്ണുനീരോടെ കരയുന്ന തന്റെ ജനത്തിന്റെ വിഷയത്തിന്റെ മേൽ പരിശുദ്ധന്റെ കരം ഇന്ന് രാത്രി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. രോഗബന്ധനതി വഴിക്കണമേ, കടക്കെട്ടുകളതി വഴിക്കണമേ. ആമേ വിവിധ പ്രശ്നങ്ങൾക്കകത്തകപ്പെട്ട് കുടുംബ ബന്ധങ്ങൾക്കകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുവാൻ കഴിയാതെ ഡൈവോഴ്സിനെ പറ്റി പോലും ചിന്തിക്കുന്ന വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. സമസ്ത വിഷയത്തിന്റെ മേലും പ്രാണനാഥന്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായിട്ട് മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി എന്നെ ശ്രമിച്ച എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കൊരു യൂട്യൂബിന്റെ ചാനലുണ്ട്, മെസ്സേജുകളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. ആമേ ശാലോം ലിവിംഗ് വോയിസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ചാനൽ ഞങ്ങൾക്കുണ്ട്. എല്ലാവരും അത് കാണണം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ആമേൻ. ആരെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ആമേൻ എന്നെ പരിചയപ്പെടുത്തുക. എൻ്റെ നമ്പർ ഞാൻ ആമേൻ പറയുന്നു, 9744387276 എന്നാണ്. നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അനേക ഇടങ്ങളിൽ വിളിച്ചു, അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് വിടുതലായി എന്നുള്ള അനേക സാക്ഷ്യങ്ങളുണ്ട്. എല്ലാവരെയും ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. വരുന്ന ഞായറാഴ്ച ആമേൻ 11:11 വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ലൈവിൽ വരുന്നതായിരിക്കും. എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ.